ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. മകനെ നഷ്ടപ്പെട്ട ദുഃഖത്തിലായിരുന്ന സിൻസി എന്ന അമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ എഴുതിയ കത്ത് പുറത്തുവിട്ട് വത്തിക്കാൻ. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിന് മുൻപ് മാർപ്പാപ്പ എഴുതിയ കത്ത് കഴിഞ്ഞ ദിവസമാണ് പുറത്തുവിട്ടത്. നമ്മോടൊപ്പം എപ്പോഴുമുള്ള യേശു നാം അന്വേഷിക്കുന്ന എല്ലാ ഉത്തരങ്ങളും അവിടുന്ന് നമ്മൾക്ക് നൽകുമെന്നും മാർപ്പാപ്പ തന്റെ കത്തിൽ കുറിച്ചു. മകൻ നഷ്ടപ്പെട്ടതിൽ ദുഃഖിതയായ സിൻസിയോടുള്ള ആത്മീയ അടുപ്പം പ്രകടിപ്പിച്ചുകൊണ്ടാണ് മാർപ്പാപ്പ കത്തെഴുതിയത്. കൊലപാതകം, അക്രമ, ആത്മഹത്യ, ലഹരിയുടെ ആസക്തി എന്നിവയുടെ ദുസ്വാധീനം കേരളത്തിൽ വർദ്ധിക്കുമ്പോൾ സമൂഹം ജാഗ്രതയോടെ ഒരുമിക്കുകയും മരണ സംസ്കാരത്തെ പ്രതിരോധിക്കുകയും ചെയ്യണമെന്ന് പ്രോ ലൈഫ് അപ്പോസ്തോലൈറ്റ്. ജീവിതത്തെ സന്തോഷത്തോടെ അഭിമുഖീകരിക്കാനുള്ള മനോഭാവം വളർത്തിക്കൊണ്ടുവരാനുള്ള പരിശീലനം പഠനത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തുവാൻ സർക്കാർ ശ്രദ്ധിക്കണമെന്ന് പ്രോ ലൈഫ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി സാബു ജോസ് പറഞ്ഞു. ആഫ്രിക്കൻ രാജ്യമായ മൊസംബിക്കയിലെ ബെയ്റ അതിരൂപതയിലെ പരിശീലന കേന്ദ്രത്തിൽ സായുധധാരികൾ നടത്തിയ ആക്രമണത്തിൽ 2 വൈദികർക്കും ഒരു സെമിനാരി വിദ്യാർത്ഥിക്കും പരിക്ക്. വടിവാളുകളും ഇരുമ്പ് ദണ്ടുകളുമായി ഒരു സംഘം ആളുകൾ സ്ഥാപനത്തിൽ പ്രവേശിച്ച് അവിടെയുണ്ടായിരുന്ന 3 മിഷണറിമാരെ ആക്രമിക്കുകയായിരുന്നുവെന്ന് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോൺഫറൻസ് പറഞ്ഞു. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടവരിൽ 3 പേരും അപകടനില തരണം ചെയ്തുവെന്നും ഇവർക്ക് ചെറിയ പരിക്കുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂവെന്നും എ ടു ദി ചർച്ച് ഇൻ നീഡ് അറിയിച്ചു. ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചവരുടെ വിശുദ്ധ കുരിശും ബൈബിളുകളും പിടിച്ചെടുത്ത് വടക്കൻ ഇറാൻ ഭരണകൂടം. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സിന്റെ ഏജന്റുമാർ കൂട്ടായ്മയിലേക്ക് ഇരച്ചുകയറുകയും വിശുദ്ധ ബൈബിളുകളും കുരിശുകളും സംഗീതോപകരണങ്ങളും പിടിച്ചെടുക്കുകയും ചെയ്തുവെന്ന് ഇറാനിയൻ ക്രിസ്ത്യൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ നീതിന്യായ മന്ത്രാലയം ദേശീയ സുരക്ഷാ ആരോപണങ്ങൾ ഉന്നയിച്ച് ക്രൈസ്തവരെ വിചാരണയ്ക്ക് വിധേയമാക്കുന്നത് പതിവാണെന്ന് ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ റിപ്പോർട്ട് ചെയ്യുന്നു. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സമുദായ അവകാശ പ്രഖ്യാപന നേതൃസമ്മേളനം നാളെ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ വെച്ച് നടക്കും. ഉച്ചകഴിഞ്ഞ് 2:30 സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം നിർവഹിക്കും. സമുദായം നേരിടുന്ന അവഗണനകൾക്കും നീതി നിഷേധത്തിനുമെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി അവകാശ പ്രഖ്യാപന പത്രിക സമ്മേളനത്തിൽ അവതരിപ്പിക്കും. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.